പ്രവർത്തിക്കുന്ന നഴ്സുമാർ, ഹൌസ് സർജൻസ്, അവരൊക്കെ എന്ത് പരിചയം വേണമെന്നാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്? എന്താണ് അവർ ലക്ഷ്യമാക്കിയത്? എന്താണ് അവര് എന്ത് പരിചയം വേണമെന്നാണ് അവർ ലക്ഷ്യമാക്കിയത്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ പരിചയക്കുറവെന്നുള്ള വാർക്ക് ആർക്കാണ് എന്ന് കേരളം വിലയിരുത്തും. വളരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഗൗരവം നിയമസഭയിൽ ആദ്യം കേരളത്തിൽ എങ്ങും ഒരു പ്രശ്നമില്ല എന്നാണ് ഇവർ പറഞ്ഞത്. മറുപടി മാത്യു കൊല്ലനാടൻ കൊടുത്ത മറുപടി, കേരളത്തിൽ എങ്ങും ഒരു കുഴപ്പമില്ല, ഒരു ആശുപത്രിയിൽ ഒരു കുഴപ്പമുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ്. പിന്നീടാണ് ഡോക്ടർമാരുടെ സംഘടനകൾ പരാതിപ്പെട്ടപ്പോൾ നിയമസഭയിൽ കൊടുത്ത മറുപടി അവർ തിരുത്തിയത്. അപ്പോഴാണ് അവർ അറിഞ്ഞത്. ഡോക്ടർമാർ പരാതിപ്പെട്ട് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഒരു ആശുപത്രിയിലും ഒരു പ്രശ്നവുമില്ല. നമുക്കറിയാവുന്ന എത്ര ആശുപത്രിയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ആശുപത്രികളിൽ രാത്രി കാഷ്വാലിറ്റിയിൽ ഭീതിയോടുകൂടിയാണ് ആരോഗ്യ വകുപ്പിന്റെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. അപകടകരമായ രീതിയിലാണ് ജോലി. അതറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നത്. എന്നിട്ട് പോലും ഗൗരവത്തോടു കൂടി അത് കൈകാര്യം ചെയ്യാതെ ഇത്രയും മോശമായി കൈകാര്യം ചെയ്തിട്ട് പിന്നെ ഈ മരണമടഞ്ഞ പെൺകുട്ടിയെ പറ്റി അവരുടെ പരിചയക്കുറവാണെന്നൊരു മന്ത്രി പറയുന്ന ആ നിലയിലേക്ക് ഇവർ തരം താഴരുതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അത് ഇവർക്കൊക്കെ എപ്പോഴും പറയാമല്ലോ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞെന്താണെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കാലമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രിന്റ് മീഡിയ മാത്രമുള്ള കാലത്താണെങ്കിൽ ഇതൊക്കെ ആളെ പറ്റിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇപ്പൊ പറ്റൂലല്ലോ. ഇപ്പൊ ആ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലില്ലേ പറഞ്ഞത് എന്താണെന്ന്? ആരോഗ്യവകുപ്പ് ജീവനക്കാർ പറഞ്ഞായിരുന്നു അവർക്ക് പരിചയക്കുറവാണെന്ന്. പരിചയക്കുറവായതുകൊണ്ടാണ് അവര് കൊല ചെയ്യപ്പെട്ടത്. എന്ത് പരിചയത്തിന്റെ കുറവാണ്? ഓടി രക്ഷപ്പെടാൻ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു, പോലീസ് വരെ ഓടി രക്ഷപ്പെട്ടു. ഈ പാവം കുട്ടിയാണ്. എന്നിട്ട് അവർക്ക് പരിചയക്കുറവാന്ന് പറയാൻ കുറെ കൂടിയൊക്കെ സൂക്ഷിച്ച് പ്രതികരിക്കുക. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം അറിഞ്ഞു, അത്രയും ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ല, അവരുടെ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വത്തിനനുസരിച്ച് അവർ സംസാരിക്കുക. ഞങ്ങളിപ്പോ എന്ത് സംഭവം ഉണ്ടായാലും ഓടി മന്ത്രി രാജിവെക്കണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പറയുന്ന പ്രതിപക്ഷമല്ല.